തുടരുമെന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ചിത്രം ഏറ്റവും വലിയ സക്സസ് ആയി മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ സക്സസ് ട്രെയിലർ ഇറക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. അതിൽ തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ കൈയടിച്ച് ആഘോഷിച്ച മോഹൻലാലിന്റെ അതിഗംഭീര നിമിഷവും തിയേറ്ററിനെ ഇളക്കി മറിച്ച ലാലേട്ടന്റെ കൊലത്തൂക്ക്, ആക്ഷൻ രംഗങ്ങളിലെ മോഹൻലാലിന്റെ ആ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ആഘോഷമാക്കിയാണ് സോഷ്യൽ മീഡിയ. 2.02 മിനിറ്റാണ് പുതിയ ട്രെയിലറിന്റെ ദൈർഘ്യം. സിനിമയിൽ ഏറ്റവും അധികം കൈഡി കിട്ടിയ ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ ട്രെയിലർ. ഈ ട്രെയിലർ ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. നേരത്തെ തെലുങ്കിൽ ഇറങ്ങിയപ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയുണ്ടായി. ഇപ്പോഴാണ് മലയാളത്തിലേക്കും വന്നിരിക്കുന്നത്. ഇത് ആഘോഷമാക്കുമ്പോൾ ബോക്സ് ഓഫീസിലേക്ക് ഒന്ന് ചെന്ന് നോക്കുകയാണ് തുടരുമെന്ന ചിത്രത്തെക്കുറിച്ച്. അപ്പോൾ പീക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതും. ബുക്കിംഗ് തന്നെ ഏറ്റവും പീക്ക് ലെവലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രം 9ാം ദിവസമാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം റിലീസായ ചിത്രങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് തുടരുമെന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ ഹിറ്റ് 3 പോലത്തെ ചിത്രവും റെട്രോ പോലത്തെ ചിത്രവും ബുക്കിംഗ് നടത്തുന്നതിന്റെ ഒപ്പം തന്നെ ഗംഭീര ബുക്കിംഗ് നടത്തുന്ന മോഹൻലാൽ ചിത്രം തുടരുമെന്ന ചിത്രത്തെയും കാണാൻ കഴിയും. ഓരോ മണിക്കൂറിലും 12Kക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം തുടരുമെന്ന ചിത്രം അതിന്റെ 2ാമത്തെ ശനിയാഴ്ചയിലാണ് വന്നു നിൽക്കുന്നത്. ഇതുകൂടാതെ കേരള ബോക്സ് ഓഫീസിനും ഒപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലും ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് തുടരുമെന്ന ചിത്രം സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 8ാം ദിവസം 4.52 കോടിയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും തുടരുമെന്ന ചിത്രം വാരിക്കൂട്ടിയത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ, അതും 2ാമത്തെ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ തുടരുമെന്ന ചിത്രത്തിൻ്റെതായി നോക്കുമ്പോൾ 5.10 കോടിയാണ് നേടിയിരിക്കുന്നത്. കൂടാതെ ശനിയാഴ്ച കഴിഞ്ഞ ദിവസം തന്നെ അഡ്വാൻസിൽ 3.77 മറികടന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സാറ്റർഡേ പോലും ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് തുടരുമെന്ന ചിത്രം നേടാൻ പോകുന്നത്. ഒരു 6 കോടി ഇത്തവണയും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ട്രാക്കർമാർ പറഞ്ഞു വെക്കുന്നത്. മോഹൻലാലിന്റെ ഈ സക്സസിന് കാരണം സംവിധായകനും കഥയും നിർമ്മാതാവും എന്നതിനുപരി മോഹൻലാലിനും വലിയ രീതിയിലുള്ള പങ്കുണ്ട്. മോഹൻലാൽ നായകനപ്പുറം ഈ ചിത്രത്തിലെ മോഹൻലാലിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പറയുകയാണ് നിർമ്മാതാവ്. സമീപകാലത്ത് മറ്റൊരു സിനിമയ്ക്കും ലഭിക്കാത്ത വിധം ജനപ്രീതിയാണ് മോഹൻലാൽ തരുൺമൂർത്തി ടീമിന്റെ തുടരുമെന്ന സിനിമയ്ക്ക് ലഭിക്കുന്നത്. 6 ദിവസം കൊണ്ട് സിനിമ ആഗോളതലത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. കേരള ബോക്സ് ഓഫീസിലും ചരിത്രം സൃഷ്ടിക്കുകയാണ് ചിത്രം. മോഹൻലാൽ അവതരിപ്പിച്ച ഷൺമുഖൻ എന്ന കഥാപാത്രത്തിന്റെ ഓരോ രീതികളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന അവസരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ആദ്യം ഷൺമുഖം എന്ന കഥാപാത്രത്തിന്റെ ഫ്ലാഷ് ബാക്കിൽ അയാളെ മദ്രാസിലെ ഒരു ടാക്സി ഡ്രൈവറായാണ് അവതരിപ്പിക്കാനിരുന്നത്. മോഹൻലാൽ സാറാണ് ഡ്രൈവർക്ക് പകരം അയാളെ ഒരു ഫൈറ്റർ ആയി അവതരിപ്പിക്കാമെന്ന് പറയുന്നത്. സ്റ്റണ്ട് മാൻ ആകുമ്പോൾ സിനിമയിലെ ഫൈറ്റിനൊക്കെ ഒരു ഒറിജിനാലിറ്റി തോന്നും. ആ നിർദ്ദേശം ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ നന്നായി തോന്നി. അങ്ങനെ ഞങ്ങൾ തിരക്കഥയിൽ മാറ്റം വരുത്തി. ഷൂട്ട് തുടങ്ങുമ്പോഴാണ് ലാലേട്ടന് പറയുന്നത് എല്ലാ ഫൈറ്റേഴ്സും ഫൈറ്റിന് മുൻപ് താഴെത്തൊട്ടിട്ട് നെഞ്ചിൽ വെച്ച് മുരുക എന്ന് പറയും. ഇത് നമുക്ക് സിനിമയിൽ ഉൾപ്പെടുത്തിയാലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്കും തരുണുമൊക്കെ അത് ഓക്കെ ആയി. അത് തിയേറ്ററിൽ വന്നപ്പോൾ ഉള്ള ഇമ്പാക്റ്റ് ഭീകരമായിരുന്നു. എം രഞ്ജിത്ത് പറഞ്ഞതിങ്ങനെ. അങ്ങനെ മോഹൻലാൽ പറഞ്ഞ ചില കോൺട്രിബ്യൂഷൻ അത് വലിയ രീതിയിൽ തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ നിമിഷത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ പല പ്രേക്ഷകരും. അപ്പോൾ തന്നെ പല രീതിയിലുള്ള ചർച്ചകൾ വന്നു തുടങ്ങി. പലരും ഈ ചിത്രത്തെ ദൃശ്യത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രമായി കമ്പയർ ചെയ്യുന്ന കാണുമ്പോൾ ചില ആധികാരികമായ ചർച്ചകൾ ആ വഴിയിലേക്ക് പോയിരുന്നു. സിനിമാറ്റോഗ്രാഫർ വേണു മോഹൻലാലിന്റെ ക്യാരക്ടർ കൺസിസ്റ്റൻസിയെ കുറിച്ച് പറഞ്ഞ ഒരു നിരീക്ഷണം ഉണ്ട്. ലാലിന് ഒരു പടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു ക്യാരക്ടറായിട്ട് ഒരേപോലെ അഭിനയിക്കാൻ സാധിക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ അണുവിട മാറില്ല. ഇത് എല്ലാവർക്കുമുള്ള സിദ്ധിയല്ല. മോഹൻലാലിന്റെ ആക്ടിംഗ് പ്രോസസ്സിനെ കുറിച്ച് എവിടെയോ വായിച്ചത് ഓർക്കുന്നു. മോഹൻലാൽ സ്ഥിരം പറയുന്നത് പ്ലീസ് ഹെൽപ്പ് മീ എന്നൊരു ശക്തിയോടെ പറയുന്നു എന്നൊക്കെയാണ്. പക്ഷേ പ്രാക്ടിക്കലി ആലോചിച്ചാൽ അതൊരു പരിധിവരെ സാധ്യമാകും. ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ മനുഷ്യന്റെ കൃത്യം രൂപരേഖ ഉണ്ടാകുന്നു. നിരീക്ഷണ ബുദ്ധിയും ഗ്രാഹ്യശക്തിയും മോഹൻലാലിന് ഉള്ളതുകൊണ്ട് അയാൾ ഇങ്ങനെ പെരുമാറുകയുള്ളൂ. ആ ഗ്രാമർ വിട്ട് പുറത്തു പോകാൻ അയാൾക്ക് സാധിക്കില്ല. ഈ പറഞ്ഞതാണ് എനിക്ക് വ്യക്തിപരമായി കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ടുള്ളത്. വേണു പറഞ്ഞതുമായി ചേർത്ത് വായിക്കുമ്പോൾ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ആ കഥാപാത്രം ഉള്ളിൽ ഉള്ളതിനാൽ പുള്ളി അതിന്റെ ബൗണ്ടറി വിട്ട് പുറത്തേക്ക് പോകുന്നില്ല. ഈ സിദ്ധി ഒരിക്കൽ കൂടി കാണാൻ സാധിച്ച സിനിമയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും. ഇതിലെ ബെൻസ് എന്ന ഷൺമുഖൻ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെയേ അല്ല. പഠിപ്പിത്തിരി കുറവ് ആയിരുന്നു എന്നിടത്ത് അവരുടെ സാമ്യം തീർന്നു. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തൊട്ട് അവസാനം വരെ ബെൻസ് അഥവാ ഷൺമുഖൻ ആയിരിക്കുക എന്നൊരു സംഭവത്തെ മോഹൻലാൽ എന്ന 65-കാരൻ നിത്യത്തൊഴിൽ അഭ്യാസം എന്നൊരു സാധനത്തിലൂടെ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ജോർജ് കുട്ടി ആവാതെ ബെൻസായി തന്നെ ആദ്യം മുതൽ അവസാനം വരെ നിലകൊണ്ടു. ഇതിനൊപ്പം തന്നെ ഈ ഉദാഹരണം പറയാൻ ഒരു സ്പോയിലർ കൂടി പറയുന്നുണ്ട്. സിനിമ കാണാത്തവർ ഈ സ്പോയിലർ കേൾക്കണ്ട. മകന്റെ പേഴ്സ് കണ്ടെത്തി അത് തുറക്കുമ്പോൾ ഇനി ഈ നടൻ എന്തായിരിക്കും ചെയ്യുക എന്ന് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഓർത്തു. അയാൾ ഒരു നിമിഷം തന്റെ സ്വന്തം കഴുത്തിൽ പിടിക്കുകയാണ് ചെയ്യുന്നത്.
ശബ്ദം പുറത്തു വരാതിരിക്കാനോ കരച്ചിൽ അടക്കാൻ വയ്യാതെയോ ആണ് നിശ്ചലനാകുന്നു. പിന്നെ ഇരുന്ന് കരയുന്നു. മോഹൻലാൽ എന്ന നടൻ കഥാപാത്രങ്ങളിൽ ഉന്മാദിയാകുമ്പോൾ അത് കാണാൻ വ്യക്തിപരമായി ഇഷ്ടമാണ്. സതയം എന്ന സിനിമയിൽ കുട്ടികളെ കൊല്ലുന്ന സീനിലെ ഉന്മാദത്തിൽ പശ്ചാത്താപം തീരെയില്ല, സാഡിസം ഒട്ടുമേയില്ല. എന്നാൽ ഫറാൻ ഫാസിലിന്റെ കഥാപാത്രത്തെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ ബെൻസിൽ ഉണ്ടാകുന്ന ഉന്മാദം ഒരു ഇന്റേണൽ ഹാപ്പിനെസ് ആണ്. ഇവൻ ഇത് വേണം എന്നൊരു സംഭവം. സെക്കൻഡുകൾ മാത്രമുള്ള ആ സീൻ വ്യക്തിപരമായി ഹൈദ് എന്ന ഒരു ഭാഗമാണ്. സീസണിന്റെ നടന്മാർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. കുളിമുറിയിൽ കരച്ചിൽ സീനിൽ നഷ്ടം, ഞാനിത് ചെയ്തല്ലോ എന്ന കുറ്റബോധം, സങ്കടം, വീട്ടുകാരെ എങ്ങനെ അറിയിക്കും തുടങ്ങിയ എല്ലാം അടങ്ങിയിരിക്കുന്നു. അവസാനം അയാൾ വെറും നിലത്ത് വീണ് കരയുന്നു. തന്മാത്ര പോലെയുള്ള സമാന സീനുകൾ സെൽഫ് റിപ്പീറ്റ് അടിക്കാതെ മോഹൻലാൽ ബെൻസ് അഥവാ ഷൺമുഖനായി തന്നെ അവിടെയും നമ്മൾ കാണുന്നു. അനായാസത ആണല്ലോ മോഹൻലാൽ എന്ന നടന്റെ മുഖമുദ്ര. അത് വേണ്ടുവോളം ഉള്ളൊരു സിനിമയാണ് തുടരും. ജയിലിന്റെ വാതിൽ ഇടിച്ച് പൊട്ടിച്ച് സ്ട്രെയിറ്റ് ഫേസുമായി നിൽക്കുമ്പോഴും ഐ ആം സോറി പവി, നീ എവിടെയാടാ എന്നൊരു ഓമനത്തമുള്ള മോഡുലേഷനിൽ പറയുമ്പോൾ ഈ അനായാസത അദ്ദേഹത്തിന്റെ ഉള്ളിൽ നടനെ മെച്ചപ്പെടുത്തുന്നു. തുളുമ്പി പരക്കാതെ കൃത്യം അളവിൽ കാണുന്നവർക്ക് കിട്ടുന്നു. ഈ വ്യത്യാസം ഒന്നുകൂടി മനസ്സിലാക്കുന്നത് കിരീടം, ചെങ്കോൽ എന്നീ സിനിമകളായി താരതമ്യം ചെയ്യുമ്പോഴാണ്. കഥാപരമായി തുടർച്ച ഉണ്ടെങ്കിലും രണ്ടിലും രണ്ട് സേതുമാധവന്മാർ ആണ് ഉള്ളത്. രണ്ട് വ്യത്യസ്ത സിനിമ ആകുന്നത് പോലെ രണ്ട് സേതുമാധവന്മാർ. അയാളിൽ വൈരുദ്ധ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ സമാനതകളും ഉണ്ട്. അത് മോഹൻലാൽ മുമ്പ് പറഞ്ഞ സിദ്ധിയിലൂടെ നിലനിർത്തുന്നു. ആരോ എഴുതിയതുപോലെ മോഹൻലാൽ കഥാപാത്രമായി മാറുമ്പോൾ കാഫ്കയുടെ മെറ്റമോർഫിസിസിലെ പോലെ നമുക്ക് രൂപമാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ബെൻസിന്റെ കളിച്ചിരികളും സങ്കടപ്പെരുക്കങ്ങളും ഉന്മാദവും നഷ്ടങ്ങളും നമ്മുടേതായി മാറുന്നു. അല്ല, അത്തരമൊരു രൂപമാറ്റം മോഹൻലാൽ സംഭവിപ്പിക്കുന്നു. തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന രൂപാന്തരീകരണം. കൂടാതെ ഒരു വാൽകഷ്ണം കൂടി പറഞ്ഞു വെക്കുകയാണ് പ്രേക്ഷകൻ. മോഹൻലാൽ ശോഭന കെമിസ്ട്രിയെ കുറിച്ച് കൂടി പറയട്ടെ. 45-50 വയസ്സുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള ഒരു തീവ്ര ബന്ധമാണ് ഇവർ തമ്മിൽ. അതായത് ജീവിച്ച് പഴകി അതൊരു സൗഹൃദമായി മാറി. ഒരുപക്ഷെ പ്രണയിച്ച് ബന്ധം ദൃഢമാകുന്ന പോലെ. 40-ലധികം സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ച ഇവരുടെ സിനിമാ യാത്ര പോലെ തന്നെ വേണമെങ്കിൽ ബെൻസ് ലളിത ബന്ധത്തെ ചുരുക്കി പറയാം. മുൻപ് മറ്റൊരാളുമായി ആദ്യ വിവാഹം കഴിഞ്ഞ നായികയെ ഭർത്താവിന്റെ മരണശേഷം വിവാഹം കഴിക്കുന്ന നായക കഥാപാത്രം. മുൻപും ഇത്തരം വെർജിനിറ്റി പോലുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ മോഹൻലാൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും വീണ്ടും അത് ചെയ്യുന്നു എന്നുള്ളതും കൗതുകരമായ സംഗതിയാണ്. യമാനി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നതും. കാരണം മോഹൻലാൽ എന്ന അഭിനേതാവ് ഈ ചിത്രത്തിൽ നിറഞ്ഞാടിയപ്പോൾ ജനം സ്വീകരിച്ചു. കാരണം അവർക്കും അതായിരുന്നു വേണ്ടത്. മോഹൻലാലിനെ ഒരു ഗംഭീര പോസിറ്റീവ് ഇടണമെങ്കിൽ മോഹൻലാലിന്റെ ഗംഭീര അഭിനയ മുഹൂർത്തം ഉണ്ടാകണം. അങ്ങനെ ഒരു അഭിനയ മുഹൂർത്തം ഉണ്ടായാൽ മോഹൻലാലിനെ സ്വീകരിക്കുക തന്നെ ചെയ്യും ജനങ്ങളെന്ന് കാണിക്കുന്ന സിനിമയാണ് തുടരും എന്ന ചിത്രം. പിന്നെ എല്ലാ സാധനങ്ങളും ഇതിൽ നമുക്ക് കിട്ടുകയും ചെയ്തു.